വ്രതശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. സൗഹൃദത്തിന്റെയും കരുതലിന്റെയും സന്ദേശമുയർത്തി വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുചേർന്നു. ദിവസം നീണ്ടുനിന്ന വ്രതശുദ്ധിയിൽ ആത്മീയതയുടെ പുണ്യം നുകർന്ന വിശ്വാസ സമൂഹത്തിന് ഇന്ന് ആഘോഷത്തിന്റെ രാപ്പകലുകളായിരുന്നു. ഒരു മാസത്തോളം നീണ്ട വ്രതാനുഷ്ഠാനത്തിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും രാത്രി നമസ്കാരത്തിലൂടെയും നേടിയെടുത്ത വിശുദ്ധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഗന്ധദ്രവ്യങ്ങൾ പൂശിയും വിശ്വാസികൾ തക്ബീർ ധ്വനികളുമായി പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകളിലും പള്ളികളിലും എത്തി. ജില്ലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരങ്ങൾ നടന്നു. വെറുപ്പിനെ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കണമെന്ന് മതപണ്ഡിതർ സന്ദേശം നൽകി. നമസ്കാരത്തിന് ശേഷം പരസ്പരം ഹസ്തദാനം നടത്തിയും ആലിംഗനം ചെയ്തും സ്നേഹബന്ധം ഊട്ടിയുറപ്പിച്ച ശേഷമാണ് നമസ്കാര സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങിയത്. وصلوات الخطبة قد كتبناها في خطبة الذي قبله. ആലത്തൂർ സുന്നത്ത് പള്ളിയിലും പെരുന്നാൾ നമസ്കാരം നടന്നു. സുബൈർ ഉലൂമി നേതൃത്വം നൽകി. രാവിലെ 8:30 ആരംഭിച്ച പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. തത്തമംഗലം ഹനഫി ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരം നടന്നു. കുടുംബ സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹം പങ്കുവയ്ക്കാനുമുള്ള അവസരം കൂടിയായാണ് ചെറിയ പെരുന്നാൾ ആഘോഷം. എല്ലാ പ്രേക്ഷകർക്കും UTVയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. كان فضله وأما أحكامه من صدقة الفطر وصلوات الخطبة قد كتبناها في خطبة الذي قبله. نعم بقية المسألتان فنذكرهما الآن. UTV ന്യൂസ് പാലക്കാട്.